ഷാജഹാൻ, ശ്രീ ജോസഫ് പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ്. കാരണം ഈ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം എവിടെ വരെ എത്തി എന്ന് നമുക്കാർക്കും അറിയില്ല. സ്വാഭാവികമായും അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു എന്ന് അനുമാനിക്കാം. അങ്ങനെയൊരു ഘട്ടത്തിൽ ഈ പ്രതി ജയിൽ മോചിതയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രോസിക്യൂഷന് വേണമെങ്കിൽ ശക്തമായി കോടതിയിൽ വാദിക്കാമായിരുന്നു. അങ്ങനെ ഒരു വാദം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഈ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇവരെ തുടർന്നും ജയിലിലിടാനുള്ള അതിനായിട്ടുള്ള മതിയായുള്ള കാരണങ്ങൾ അത് പ്രോസിക്യൂഷൻ നിരത്തിയില്ല എന്ന് പറയുന്നു. നോക്കൂ, ഇപ്പോഴും ഇതൊരു ആത്മഹത്യയായിട്ടാണ് കാണുന്നത്, പൊതുസമൂഹം കാണുന്നത്. പോലീസും ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും മനസ്സിലാക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ആ ദുരൂഹത ഇതുവരെയായും അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ഈ മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ചിട്ടില്ല. അത് എവിടെയും ചർച്ച ചെയ്തതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദിവ്യയ്ക്ക് ജയിൽ മോചനം സാധ്യമായത് അത് നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ പാർട്ടിയും അതുപോലെ പ്രോസിക്യൂഷനും സർക്കാരും എല്ലാം ഒത്തുകളിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ? ഇവിടെ പറയാൻ പോകുന്നത്, എനിക്ക് ഈ ജോർജ് ജോസഫ് പറഞ്ഞതിനോടും അനിൽ പറഞ്ഞതിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ അതൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോർജ് ജോസഫ് തന്നെ ഇതൊക്കെ കാര്യങ്ങൾ ഇതിനു മുമ്പും ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വിഷയം അവിടെയൊന്നും അല്ല. അപ്പോൾ പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചില്ല എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. എൻ്റെ സംശയം ഈ തലശ്ശേരി സെഷൻസ് കോടതിക്ക് എന്തു പറ്റി എന്നുള്ളതാണ്. ഞാൻ ആ വാദമാണ് ഇവിടെ ഉന്നയിക്കാൻ പോകുന്നത്. കാരണം ഒക്ടോബർ 29 ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് 38 പേജിൻ്റെ ഒരു ചരിത്ര പ്രധാനമായ വിധിന്യായം തലശ്ശേരി സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദ് പുറപ്പെടുവിക്കുകയുണ്ടായി. എനിക്കത് ആ വിധിന്യായത്തെക്കുറിച്ചിട്ട് പൊതുമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്ത ആൾ ഞാനാണെന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. ആ വിധിന്യായത്തെക്കുറിച്ചിട്ട് ഞാൻ വിശദമായൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വിധിന്യായത്തിൽ പ്രതിഭാഗം കൊണ്ടുവന്ന സുപ്രീം കോടതിയുടെ വിധികൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഈ നിസാർ അഹമ്മദ് ചവറ്റുകൊട്ടെ കളഞ്ഞു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബം നടത്തിയ വാദം എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ ഈ പിന്നെ ഒക്ടോബർ 29 വിധി ചരിത്രപ്രധാനമായിട്ടുള്ളൊരു വിധിയായിരുന്നു എന്നുള്ള വാദമാണ് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ ഞാൻ ഉന്നയിച്ചത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഈ ഒക്ടോബർ 29 ഈ ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം കൊടുക്കരുതെന്നും പറഞ്ഞ് ചരിത്രപ്രധാനമായിട്ടുള്ള വിധി എഴുതിയ അതേ ന്യായാധിപൻ തന്നെ നവംബർ 8 ആയപ്പോൾ അവർക്ക് ജാമ്യം കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞിട്ട് ഒരു വിധി ഇപ്പോൾ എഴുതിയിരിക്കുകയാണ്. അത് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ന്യായാധിപൻ അനുകൂലമായിട്ട് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് പ്രീ പ്ലാൻഡും പ്രീ മെഡിറ്റേറ്റഡുമാണ് എന്ന് അദ്ദേഹം ആദ്യത്തെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരുന്നത് അദ്ദേഹം രണ്ടാമത്തെ ജഡ്ജ്മെൻറ്റിലും പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അവർ വന്നിട്ട് ചുമ്മാ വർത്തമാനം പറഞ്ഞതൊന്നും പോവുകയല്ല ചെയ്തത്. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തത് പ്രീ പ്ലാൻഡ്, അതുപോലെ തന്നെ പ്രീ മെഡിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നിശ്ചയിച്ച് ഉറച്ചു വന്നതാണ്. അത് അദ്ദേഹം ആദ്യത്തെ ജഡ്ജ്മെൻറ്റിൽ തെളിയിച്ചതാണ്. രണ്ടാമത്തെ ജഡ്ജ്മെൻറ്റിലും അത് അദ്ദേഹം പറയുന്നുണ്ട്. പ്രഥമ ദൃഷ്ട്യാ ഇതിനകത്ത് അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആദ്യത്തെ ജഡ്ജ്മെൻറ്റിലും രണ്ടാമത്തെ ജഡ്ജ്മെൻറ്റിലും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ജാമ്യം കിട്ടി എന്നുള്ളത് കൊണ്ട് ദിവ്യ അത്ര സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നർത്ഥം. കാരണം ആത്യന്തികമായി ഇവർ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിധിന്യായത്തിൽ കണ്ടുപിടിച്ച കാര്യം അദ്ദേഹം രണ്ടാമത്തെ വിധിന്യായത്തിലും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പണി വരുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം, ഒരു സംശയവുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒക്ടോബർ 29 നവംബർ 28 ഇടയിൽ എന്ത് സംഭവിച്ചു ഈ കോടതിക്ക് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് നവംബർ 8 അതായത് ഈ ഒന്നാമത്തെ വിധിന്യായത്തിൽ
ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, സ്ത്രീ എന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ടാണ് അവർക്ക് ജാമ്യം കൊടുത്തത്. അവരുടെ അച്ഛന് എന്തോ ട്യൂബർകുലോസിസും അല്ലേ, എന്തോ ഹൃദ്രോഗവുമുണ്ട്, 2 കുട്ടികളുണ്ട്, അവരവരുടെ കുടുംബത്തിൻ്റെ നാഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർക്കിത് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ജഡ്ജ് ഇപ്പോൾ ഇന്നത്തെ വിധിന്യായത്തിൽ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ജാമ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാമോ, ഇതേ വാദഗതി തന്നെ ആദ്യത്തെ വിധിന്യായത്തിൽ ഈ ന്യായാധിപൻ തള്ളിക്കളഞ്ഞതാണ്. അതിനേക്കാൾ ഉപരി എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് തള്ളിക്കളയാൻ ഉപയോഗിച്ച അതേ വിധിന്യായം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുള്ളി ഇത് അംഗീകരിച്ചിരിക്കുന്നത്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ഭവാനി രേവണ്ണ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് പറഞ്ഞൊരു വിധിന്യായമുണ്ട്. ആ വിധിന്യായം ഭവാനി രേവണ്ണ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മറ്റേ രേവണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ കർണാടകത്തിലെ അയാളുടെ അമ്മയ്ക്ക് ഈ ജാമ്യം കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അവർ കോടതി പോയപ്പോൾ അവർക്ക് ജാമ്യം കൊടുത്തു. അതുകൊണ്ട് ആ വിധി ഇവിടെയും ബാധകമാണ് എന്ന് ദിവ്യ തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇതേ ന്യായാധിപനോട് ആവശ്യപ്പെട്ടപ്പോൾ ന്യായാധിപൻ എന്താ പറഞ്ഞതെന്നറിയാമോ, അത് ഈ കാര്യത്തിൽ ഈ കേസിൽ ബാധകമല്ല. അതായത് ഇപ്പം അതിനകത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊലക്കുറ്റം അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് അതുപോലെയൊക്കെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം അല്ലെങ്കിൽ അങ്ങനത്തെ അത്ര കടുത്ത കുറ്റം അല്ലെങ്കിൽ പ്രതി ഒരു വനിതയാണെങ്കിൽ അവർക്ക് ജാമ്യം കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഈ ഭവാനി രേവണ്ണയുടെ കേസിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഭവാനി രേവണ്ണയുടെ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോഴത്തേക്കും ഈ വിശ്വൻ എന്ന് പറഞ്ഞിട്ടുള്ള വക്കീൽ വാദിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇയാൾ പറഞ്ഞെന്താണെന്നറിയാമോ, ഹിയർ ഇൻ ദിസ് കേസ് I am of the opinion that the above rulings will not help the petitioner. ഈ കേസിൽ ഈ വിധിന്യായം പരാതിക്കാരിയെ സഹായിക്കില്ല. The act of the petitioner is pre-planned and premeditated, one with the sole intention of insulting and humiliating a highly reputed high-ranking government official. എന്ന് പറഞ്ഞുകൊണ്ട് ആ വാദഗതി തള്ളിക്കളഞ്ഞ അതേ ന്യായാധിപൻ തന്നെ നവംബർ 8 ആകുമ്പോൾ അതേ വിധിന്യായം തന്നെ ഉപയോഗിച്ചുകൊണ്ട്, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, അതേ വിധിന്യായം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇവർ വനിതയാണ്, ഇവർക്ക് കുട്ടികളുണ്ട്, ഇവരുടെ ഭർത്താവ് ഇവരുടെ ലേണഡ് കൗൺസിൽ ഇപ്പോൾ ഇന്നത്തെ വിധിയാണ് കേട്ടോണം. The learned counsel of the petitioner has further invited my attention to Bhavani Revanna's case and submitted that the petitioner, being a lady, is entitled for preferential treatment. ആലോചിച്ച് നോക്കണം. എന്നിട്ട് അത് പറഞ്ഞിട്ട് പുള്ളി പറയുകയാണ്, it is also worth mentioning that as per the treatment records produced, the father of the petitioner is suffering from heart disease and tuberculosis. So from the above discussion, I am of the opinion that the prosecution could not bring this case. എന്നിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, അതെങ്ങനെയാണ് ഈ ഒരേ ന്യായാധിപന് ഒരേ വിധിന്യായം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അനുകൂലിക്കാനും പ്രതികൂലിക്കാനും കഴിയുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഒക്ടോബർ 29-നും നവംബർ 8-നും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള എൻ്റെ ഒരു സംശയം. ഈ ഒക്ടോബർ 29-നും നവംബർ 8-നും ഇടയിൽ തലശ്ശേരി സെഷൻസ് കോടതിയുടെ തല തിരിഞ്ഞു പോയോ? ഇതാണ് എൻ്റെ സംശയം. ഇനി അതുകൊണ്ടും കഴിയുന്നില്ല. രണ്ടാമതായി പറയുന്നത് എന്താ, ഈ ന്യായാധിപൻ ബൈ കൺസിഡറിങ് ഹെർ പൊളിറ്റിക്കൽ പവർ വൺ ക്യാൻ പ്രസ്യൂം ദാറ്റ് ദർ ഈസ് എവറി പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് ദ വിറ്റ്നസ് ബൈ യൂസിങ് ഹെർ ഇൻഫ്ലുവൻസ്. അവരുടെ രാഷ്ട്രീയാധികാരം വെച്ച് അവർ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് ഒക്ടോബർ 29-ന് പറഞ്ഞ ന്യായാധിപൻ നവംബർ 8 ആകുമ്പോൾ പറയുകയാണ്, അവർ വലിയ നേതാവാണ് എന്നുള്ളത് കൊണ്ടൊന്നും അവർ സാക്ഷികളെ സ്വാധീനിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതെങ്ങനെയാണ് അതെങ്ങനെയാണ് അങ്ങനെ മലക്കം മറിയുന്നത്? കാരണം ഒക്ടോബർ 29 നിങ്ങൾ പറയുന്നു അവർക്ക് രാഷ്ട്രീയ അധികാരമുണ്ട്, അവർ സാക്ഷികളെ സ്വാധീനിക്കും. ഇതിനിടയിൽ ഒരു കാര്യത്തിലും മാറ്റം ഉണ്ടായില്ല. മാറ്റം ഉണ്ടാകാതെ വരുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്?
അവർ അങ്ങനൊന്നും ചെയ്യില്ല. അവരുടെ അന്നത്തെ സ്വാധീനം തന്നെ ഇന്ന് നിൽക്കുകയല്ലേ. പിന്നെ യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ സ്വാധീനമുണ്ടോ എന്ന് തെളിഞ്ഞില്ല ഇന്ന്. കാരണം അവർക്ക് ജാമ്യം കിട്ടുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചു വന്നത് അവരുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായിട്ടുള്ള പി കെ ശ്രീമതിയല്ലേ. അവരെ ജയിലിൽ കാണാമെന്നാരാ? ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഗോപിനാഥനും എന്തോ ഒരു ബിനു കുര്യൻ എന്നും പറഞ്ഞിട്ടൊക്കെ അവർ ജയിലിൽ കാണാൻ വേണ്ടി വന്നില്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കൂടുകയല്ലേ ചെയ്തത് ന്യായാധിപ. അപ്പോൾ അത് കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒക്ടോബർ 29-ാം തീയതി അവർ സാക്ഷികളെ സ്വാധീനിക്കും, അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും, എന്നാൽ നവംബർ 8 ആകുമ്പോഴത്തേക്കും അവർക്ക് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടെന്നും അവർ. അപ്പം എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ കോടതിക്ക് ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ചത്? ഈ തലശ്ശേരി കോടതിക്ക് എന്താണ് തലതിരിഞ്ഞു പോയത്? വളരെ ഗൗരവതരമായിട്ടുള്ളൊരു സംശയമല്ലേ ഇത്. അപ്പം എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചതാണ് എങ്കിൽ പോലും ഒരേ വിധിന്യായം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് തീരുമാനത്തിലെത്താൻ പാടുണ്ടോ? ഒരേ വിധിന്യായം. അല്ല, ഈ ഷാജഹാൻ, ഈ കോൺട്രഡിക്ടറി ഒബ്സർവേഷൻസ് അത് കണക്കിലെടുത്തുകൊണ്ട് പ്രോസിക്യൂഷന് വേണമെങ്കിൽ മേൽക്കോടതിയിൽ പോകാമല്ലോ അല്ലേ, ഇവരുടെ ജാമ്യം നിഷേധിക്കണമെന്ന്? അല്ല ഇതിനകത്ത് പ്രോസിക്യൂഷൻ്റെ പരാജയം 100%. ഈ വിധിന്യായം നമ്മൾ പരിശോധിച്ചാൽ ആദ്യത്തെ വിധിന്യായത്തിൽ പറഞ്ഞിരുന്നതിനേക്കാൾ അതിഭീകരമായിട്ടാണ് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ഇത്തവണ പ്രോസിക്യൂഷനെ എതിർത്തിട്ടുള്ളത്. ഇയാൾ ബിനാമിയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ വിശദമായിട്ട് അത് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാൻ അതിനകത്തേക്ക് വരുന്നില്ല. ഇയാൾ ബിനാമിയാണ്, ഇയാളുടെ പുറകിൽ ആളുകളുണ്ട്. അതെല്ലാം കാര്യകാരണ സഹിതം പറഞ്ഞ നവീൻ ബാബുവിൻ്റെ അഭിഭാഷകൻ ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ യാതൊരു വിശ്വാസവുമില്ല, അതെല്ലാം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നവീൻ ബാബുവിൻ്റെ അഭിഭാഷകൻ പിന്നെ ആദ്യം നടത്തിയ വാദത്തിനേക്കാൾ ഉജ്ജ്വലമായിട്ടുള്ള വാദമാണ് ഇത്തവണ രണ്ടാമത്തെ പ്രാവശ്യം നടത്തിയിരിക്കുന്നത്. അതിലൂടെ ഈ അന്വേഷണത്തിൽ ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ CBI അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് അർത്ഥശങ്കയ്ക്കിടില്ലാത്തതും പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പുറകിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷനെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയം എനിക്ക് പറയാൻ നിവൃത്തിയില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന് എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അയാൾ ആ സ്ഥാനം രാജിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇരയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറയുക, എന്നിട്ട് പ്രതിക്ക് വേണ്ടി ആരാ വരുന്നത്? PK ശ്രീമതി വരുന്നു, എല്ലാ നേതാക്കന്മാരും വരുന്നു, ഗോവിന്ദ മാസ്റ്റർ എന്ന് പറഞ്ഞ അയാൾ പോലും ഇവരെ ന്യായീകരിച്ച് സംസാരിക്കുന്നു. അതെ, പച്ചക്കൊടി കാണിച്ചു, എല്ലാം കാണിച്ചു. അപ്പോൾ പാർട്ടി കേഡറാണ്, കൊല്ലാൻ പറ്റുമോ, അതെ നിർത്തണ്ടേ, അതെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഈ കോടതിക്ക് ഗതിയില്ലാതെ, ഗത്യന്തരമില്ലാതെയാണ് ഈ കോടതിക്ക് ഇങ്ങനൊരു വിധി പുറപ്പെടുവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കോടതി ഇപ്പം ജയിലിൽ നിലനിർത്താൻ പറ്റില്ല, പിന്നെ അതിനുള്ളതൊന്നുമില്ല. ഈ കോടതി ഇതിനകത്തങ്ങ് ഭയങ്കരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നതെന്നറിയോ? ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിധിന്യായങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അടുത്ത കാലത്ത് കുറേ വിധിന്യായങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ബെയിലാണ് റൂള്, നിയമം എന്ന് പറഞ്ഞാൽ ബെയിലാണ്, കോടതി പിന്നെ ജയിലെന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ആണെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലാണ് വന്നത്. അതൊക്കെ ബഹുമാനപ്പെട്ട ന്യായാധിപൻ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. കൊള്ളാം, അതൊന്നും ഉദ്ധരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ന്യായാധിപൻ മറന്നുപോയൊരു പ്രശ്നം എന്താ? അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ 4-4.5 മാസം ജയിലിലിട്ടതിനെതിരായിട്ടാണ് സുപ്രീം കോടതി അവിടെ പറഞ്ഞത്. ഇവിടെ ഈ മഹത്തായ നേതാവുണ്ടല്ലോ ദിവ്യ, PP ദിവ്യ, അവരെ ജയിലിലിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സുപ്രീം കോടതി വിധി ഉന്നയിക്കുന്ന ന്യായാധിപൻ മറന്നുപോകുന്നൊരു കാര്യം എന്താ? അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നുപോകുന്ന കാര്യം എന്താ? അവരിഞ്ഞ് 4 ദിവസം കൂടെ ജയിലിലുള്ളായിരുന്നു. 8-ാം തീയതിയായി, 12-ാം തീയതി വരെ ആയിരുന്നു അവരുടെ ജയിൽ കാലാവധി. അപ്പോൾ 4 ദിവസം പോലും അവരെ ജയിലിലിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ ന്യായാധിപൻ പിന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള സുപ്രീം കോടതി വിധിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇതൊക്കെ വായിക്കുന്ന സാധാരണക്കാരൻ്റെ തലയ്ക്കകത്തും ഈ ഗ്രേ മാറ്റർ ഉണ്ടെന്ന് ഈ ന്യായാധിപനൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇത് പറയുന്നത് പോലെ തന്നെ ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന ജനങ്ങൾ ഇവിടെയുണ്ട്. 8-ാം തീയതി ആയി, അവരുടെ റിമാൻഡ് 12-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ.
ആ 4 ദിവസത്തേക്ക് പോലും അവർ ജയിലിൽ കിടക്കുമ്പോൾ എന്തൊരു അസഹിഷ്ണുതയാണിത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതി ലക്ഷ്യമാവും. ചിലപ്പോൾ ഞാൻ വീണ്ടും ജയിലിൽ പോകും. 8 ദിവസം ജയിലിൽ കിടന്നതാണ്, ഒന്നുകൂടെ ജയിലിൽ പോകാൻ തൽക്കാലം താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് എല്ലാ ജനങ്ങൾക്കും തോന്നുന്നുണ്ടെന്നുള്ള കാര്യം ഈ ബഹുമാനപ്പെട്ട ന്യായാധിപൻ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഒരു ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ 29-ാം തീയതിയിലത്തെ ആ ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിന്യായത്തിൽ കൂടെ ഉണ്ടാക്കിയ പകിട്ടുണ്ടല്ലോ, ആ ഒരു പ്രശസ്തി, അതെല്ലാം ഇതിലൂടെ കളഞ്ഞു കുളിച്ചു എന്ന് ഈ ന്യായാധിപൻ എന്തെങ്കിലും കാരണവശാൽ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊന്ന് ബോധ്യമായാൽ ബോധ്യമായ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി എനിക്ക് കൂടുതൽ പറയാനുള്ളതൊക്കെ ഞാനൊരു വരും ദിവസങ്ങളിൽ ഒരു 3-4 വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്രേ പറയുന്നുള്ളൂ.